പാഴായി കിടക്കുന്ന ഇത്തരം പെപ്സി ബോട്ടിലുകൾ ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നം ഇന്ന് സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അതിനെ റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗത്തിന് ശ്രമിച്ചാലോ, അതാണ് ഇത്. പെപ്സി ബോട്ടിലുകളെ എല്ലാം വാരിക്കൂട്ടി ഇതേപോലെ ചൂടാക്കി തീ കത്തിച്ച് അതിനെ ഉരുക്കി ദ്രവരൂപത്തിലാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോൾ അതെല്ലാം ഉരുകി ഒരു മെറ്റാലിക് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്ന ഒരു ചൂളയിലാണ് ഇത്. അങ്ങനെ മെറ്റാലിക് ദ്രവരൂപത്തിലാക്കിയ വസ്തു വിവിധ തരത്തിലുള്ള വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിനെ ഈ കാണുന്ന തരത്തിലുള്ള കരിക്കുകളിലേക്ക് ഒഴിച്ച് അവയെ ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള മെറ്റൽ രൂപമാക്കി ആദ്യം മാറ്റിയെടുക്കുകയാണ്. ഈ കാണുന്നത് അത്തരം കരിക്കുകളാണ്. ആ കരിക്കുകളിൽ ഈ ദ്രവരൂപത്തിലുള്ള ലിക്വിഡ് ഒഴിച്ച് അവയെ ഘനീഭവിപ്പിച്ച് സിലിണ്ടർ ആകൃതിയിൽ ഈ കാണുന്ന ചിതറിക്കിടക്കുന്ന രൂപങ്ങളാക്കി മാറ്റും. അവയെല്ലാം സംഭരിച്ച് കൊണ്ടുപോയി ഒരു ഹൈ ടെമ്പറേച്ചറിൽ വീണ്ടും ചൂടാക്കി അതിനെ പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു ചൂളയാണ് ഈ കാണുന്നത്. അത്തരം ചൂളയിൽ നിന്ന് കിട്ടുന്ന ഈ സിലിണ്ടർ ആകൃതിയിലുള്ള സാധനം ഇതേപോലുള്ള ഒരു വലിയ കംപ്രസറിലേക്ക് വിട്ട് അതിൻ്റെ കംപ്രസിങ് പ്രഷറെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഇതിലൂടെ കടത്തിവിട്ട് കമ്പികളാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ആ മെറ്റാലിക് സിലിണ്ടറുകൾ 2 കമ്പികളായിട്ട് വെളിയിലേക്ക് വരുന്ന ചിത്രമാണ് ഇത്. അതിനെ ചുറ്റിയെടുക്കുന്ന 2 വീലുകൾ ആണിത്. ആ വീലുകളിലൂടെ അതിനെ ചുറ്റിയെടുത്ത് സ്പൈറൽ രൂപത്തിലാക്കി എടുക്കുന്നു. ആ സ്പൈറൽ രൂപത്തിലാക്കി എടുക്കുന്ന ഈ കമ്പികളാണ് വേലിയും മറ്റും കെട്ടാനായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു കൗതുകകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതെല്ലാം ലോഡ് ചെയ്ത് വിവിധ ഗോഡൗണുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നല്ല വിലയുള്ള വസ്തുവായിട്ട് അത് മാറുകയാണ്. ഉപയോഗശൂന്യമായി നാം വലിച്ചെറിയുന്ന പെപ്സി കുപ്പികളിൽ നിന്ന് ഇത്തരം മനോഹരമായ മെറ്റാലിക് കമ്പികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അതിശയകരമായ ഒരു കാര്യമല്ലേ? അതുകൊണ്ട് ഇത്തരം റീസൈക്ലിങ്ങിലൂടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം.